എന്നെ ശ്രവിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളെ, നല്ലവരായ നാട്ടുകാരെ, സർവർക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ 1000 സ്നേഹോഷ്മളമായ വിപ്ലവ അഭിവാദ്യങ്ങൾ ആമുഖമായി തന്നെ നേരുകയാണ്. വോട്ടുകൊള്ളക്കാരിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന വർത്തമാന ഇന്ത്യയിലെ കാലിക പ്രസക്തമായ ഒരു നിലപാട്, അതല്ലെങ്കിൽ ഒരു മുദ്രാവാക്യം, ഒരു ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ദേശവ്യാപകമായിക്കൊണ്ട് ഇത്തരത്തിൽ ജനങ്ങളുമായി പ്രസ്തുത വിഷയം ഞങ്ങൾ സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിന്റെ സായാഹ്നത്തിൽ ഈ വെട്ടിക്കാറ്റിരി സെന്ററിൽ വർത്തമാന ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന അപകടത്തെക്കുറിച്ച്, ഇത്രമേൽ അപകടം ഒരു ജനാധിപത്യ ഇന്ത്യ നേരിടുമ്പോഴും മൗനം ഭുജിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പുകളെക്കുറിച്ച് ഒരല്പനേരം സംവദിക്കാൻ ഞങ്ങൾ ഇത്തരം ഒരു പൊതുയോഗം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്നെ ശ്രവിക്കുന്ന പ്രബുദ്ധരായ നാട്ടുകാരോട് ഒരു നിഷ്പക്ഷമായ ഒരു ഇന്ത്യൻ പൗരനായിക്കൊണ്ട് ജനാധിപത്യ ബോധ്യമുള്ള, മതേതരത്വ ബോധ്യമുള്ള, മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായി എന്നെ ശ്രവിക്കാൻ നിങ്ങൾ ഒരൽപ്പം സമയം മാറ്റിവെക്കുമെങ്കിൽ നോക്കൂ, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതേതര രാജ്യമാണ്. നമ്മളൊക്കെ പാഠപുസ്തകത്തിൽ പഠിച്ച, മനസ്സിലാക്കിയ ഒരു ജനാധിപത്യമുണ്ട്. നമ്മളൊക്കെ നമ്മളുടെ അഭിവന്യരായിരിക്കുന്ന ശിഷ്യ ഗുരുക്കളുടെ കയ്യിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ഇന്ത്യ, ഒരു ജനാധിപത്യ ഇന്ത്യ. എന്താണ് ജനാധിപത്യമെന്ന് നമ്മൾ പാഠപുസ്തകത്തിൽ തിരഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കിയത് ഓഫ് ദ പീപ്പിൾ, ഓഫ് ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്നാണ്. ജനങ്ങൾ, ജനങ്ങൾക്കു വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുത്ത ഒരു ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്തെ വിശേഷിപ്പിക്കുന്ന പേരാണ് ജനാധിപത്യ മതേതര രാജ്യം എന്നുള്ളത്. നോക്കൂ, വർത്തമാന ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ, അതല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രതിനിധാനം ചെയ്യുന്ന NDA ഗവൺമെന്റിനെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാജ്യമാണെന്നും, ജനാധിപത്യ മതേതര രാജ്യത്തെ നയിക്കുന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണകൂടമാണെന്നും വർത്തമാന ഇന്ത്യയിലെ 2025 ഇന്നിന്റെ സായാഹ്നത്തിൽ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയും? ഏതാണ് നമ്മളുടെ ഇന്ത്യ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലോകോത്തര രാജ്യങ്ങളിൽ അതിമഹത്തായ ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യം, അതാണ് ഇന്ത്യ. മറ്റു രാഷ്ട്രങ്ങൾക്കൊന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു സവിശേഷത നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. ഭരണഘടനയുടെ മൂല്യം എന്താണെന്ന്, ഭരണഘടനയുടെ അന്തസ്സെത്താണെന്ന് നമ്മൾ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാകും. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ്, നാനാത്വത്തിൽ ഏകത്വം എന്ന ഉദാത്തമായ ഒരു സൗന്ദര്യം ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യം, അതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് എത്രയെത്ര മതങ്ങളാണുള്ളത്, ആ മതങ്ങൾക്കിടയിൽ എത്രയെത്ര ജാതികൾ, ആ ജാതികൾക്കിടയിൽ എത്രയോ ഉപജാതികൾ. ഞാൻ സംസാരിക്കുന്ന ഈ വെട്ടിക്കാട്ടിരങ്ങാടിയിൽ എത്രയെത്ര ജാതികളും ഉപജാതികളും, വ്യത്യസ്തമായ മതങ്ങളും മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുധാവനകളും അനുസരിച്ച് ജീവിക്കുന്ന എത്ര മനുഷ്യരാണ് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വ്യത്യസ്തമായ മതങ്ങളുള്ളപ്പോ, വ്യത്യസ്തമായ ആശയങ്ങളും വ്യത്യസ്തമായ വിശ്വാസങ്ങളും നിലനിൽക്കുമ്പോ എന്റെ വിശ്വാസം എന്നാണ്, എന്റെ ആത്യന്തികമായിരിക്കുന്ന വിജയത്തിന്റെ, ആത്യന്തികമായിരിക്കുന്ന എന്റെ ജീവിതത്തിന്റെ പ്രയാണ വഴികളിൽ ഞാൻ മുറുകെ പിടിക്കേണ്ടത് എന്റെ വിശ്വാസമാണെന്ന ബോധ്യം നിലനിൽക്കുമ്പോൾ തന്നെ എന്റെ സഹോദരന്റെ, എന്റെ സഹപാഠിയുടെ, എന്റെ നാട്ടുകാരന്റെ, എന്റെ കൂട്ടുകാരന്റെ, എന്റെ കൂടെ പണിയെടുക്കുന്നവന്റെ, എന്റെ അങ്ങാടിത്തിണ്ണകളിൽ സൗഹൃദം പങ്കിടുന്നവന്റെ മതത്തോട് എനിക്ക് വിശ്വാസമില്ലെങ്കിലും അവന്റെ മതത്തോട് എനിക്ക് ബഹുമാനമാണ് എന്ന നമ്മുടെ രാജ്യത്തിന്റെ ഉദാത്തമായ മഹിതമായ ഒരു പാരമ്പര്യം, ഒരു സൗന്ദര്യം. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ രാജ്യത്തിന്റെ സൗരഭ്യം എന്ന് പറയുന്നത്. ഇത് ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്താണ് നമ്മൾ നിലനിൽക്കുന്നത്. ഈ അങ്ങാടി അതിന്റെ സവിശേഷമായ സൗന്ദര്യങ്ങൾ അനുഭവിച്ചു പോരുന്നതാണ്. വൈകുന്നേരങ്ങളിലെ ഈ അങ്ങാടി തിണ്ണകളിലെ കടത്തിണ്ണകളിൽ, ചായക്കടത്തിണ്ണകള് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണേ. പ്രഭാതം പുലരുമ്പോ, പ്രദോഷത്തിലേക്ക് സൂര്യൻ നടന്നു നീങ്ങുമ്പോ ഓരോ ചായക്കടയിലും സൗഹൃദങ്ങളുടെ കൂട്ടായ്മകൾ ഉണ്ടായി വരികയാണ്. അവിടെ മതങ്ങൾക്കോ ജാതികൾക്കോ വർഗത്തിനോ വർണ്ണത്തിനോ ഒരു തരത്തിലും മാനദണ്ഡമില്ല.
ഭേദമില്ലാത്ത എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പരസ്പരം സൗഹൃദങ്ങൾ പങ്കിടുന്ന, പരസ്പരം സന്തോഷങ്ങൾ പങ്കിടുന്ന, പരസ്പരം സങ്കടങ്ങളിൽ പങ്കുചേരുന്ന നമ്മുടെ രാജ്യത്തിന്റെ സൗന്ദര്യം ഈ അങ്ങാടി അത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഈ അങ്ങാടിയിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഈ അങ്ങാടിയിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകള്, ചുമട്ട് തൊഴിലാളി യൂണിയൻ ഷെഡുകള്, എന്തിനേറെ അക്ഷരമുറ്റങ്ങളും ഈ പരിസര പ്രദേശത്തെ വീടുകളില് ഓരോ ഉമ്മറക്കോലായും ഇന്ത്യയുടെ സൗന്ദര്യം അനുഭവിച്ച് കടന്നു വന്നതാണ്. എന്നാൽ വളരെ വേദനാജനകമെന്ന് പറയട്ടെ, വർത്തമാന ഇന്ത്യ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നറിയോ? നമ്മുടെ രാജ്യം ഈ സവിശേഷമായ സവിശേഷതകൾ നിലനിൽക്കുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഭരണകൂടം ആ രാജ്യത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മതത്തെ മാനദണ്ഡമാക്കിയിട്ടാണ്, ജാതീയ മാനദണ്ഡമാക്കുകയാണ്, വർഗവും വർണ്ണവും ഗോത്രവും മാനദണ്ഡമാക്കിയിട്ട് മനുഷ്യരോട് സംവദിക്കണമെന്ന്, മനുഷ്യരോട് സംസാരിക്കണമെന്ന്, മനുഷ്യരോട് പെരുമാറണമെന്ന് പറയുക മാത്രമല്ല, തന്റെ അധികാരത്തിന്റെ സർവ്വദണ്ഡുകളും ഉപയോഗിച്ച് നിയമങ്ങളുടെ കവചങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ഒരു ഭരണകൂടം, ഒരു ജനാധിപത്യ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് ഭരണകൂടം? ഞാൻ നേരത്തെ വിശേഷിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കാത്ത ഒരു ഭരണകൂടം. ഞാൻ അങ്ങനെ പറയുന്നത് നരേന്ദ്രമോദിയുടെ മുഖത്ത് വിരൽ ചൂണ്ടിയിട്ട്, അമിത്ഷായുടെ മുഖത്ത് വിരൽ ചൂണ്ടിയിട്ട്, രാജ്യം ഭരിക്കുന്ന NDA സർക്കാരിന്റെ മുഖത്ത് വിരൽ ചൂണ്ടിയിട്ട്, ഇത് ജനാധിപത്യ ഇന്ത്യ നിയന്ത്രിക്കുന്ന ജനങ്ങളാൽ തെരഞ്ഞെടുത്തൊരു ഭരണകൂടമാണെന്ന് വിശേഷിപ്പിക്കാൻ സാധ്യമല്ലാത്ത ഒരു ഭരണകൂടമാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നരേന്ദ്രമോദിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി പറയാം ഇതൊരു ഫേക്ക് ഗവൺമെന്റ് ആണെന്ന്, അമിത്ഷായുടെ മുഖത്ത് വിരൽ ചൂണ്ടി പറയാം ഇന്ത്യ ഭരിക്കുന്നത് ഒരു കള്ള ഗവൺമെന്റ് ആണെന്ന് പറയാൻ പറ്റത്തക്ക തരത്തിലുള്ള ഒരു ഭരണകൂടമാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ രാജ്യത്ത് അടുത്ത കാലത്തായിട്ട് വോട്ട് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന സ്വതന്ത്രമായി കൊണ്ട് രാജ്യത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ച് പഠനം നടത്തുന്ന, ഗവേഷണം നടത്തുന്ന ഒരു സംഘടന ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ ഭരണ പ്രക്രിയയിലെ വോട്ടിംഗ് സംവിധാനത്തെ കുറിച്ച് ആധികാരികമായി പഠനം നടത്തിയപ്പോ ചില അലോസരങ്ങളുണ്ട് എന്ന്, ചില വസ്തുതാ വിരുദ്ധമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില് 2014 നടന്ന ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പ്രക്രിയയെ കുറിച്ച് ആധികാരികമായി പഠനം നടത്തുകയാണ്. അവർക്ക് തോന്നിയ സംശയങ്ങൾക്ക് അനുസൃതമായി കൊണ്ട് തെളിവുകൾ ശേഖരിക്കുകയാണ്. ആ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പാകെ ഒരുപാട് ചോദ്യാവലികൾ വെക്കുകയാണ്. അവർ വസ്തുതാപരമായി കണ്ടെത്തി, പ്രിയപ്പെട്ട പ്രബുദ്ധരായ നാട്ടുകാരെ, ഇന്ത്യ ഭരിക്കുന്ന NDA ഗവൺമെന്റ് ഉണ്ടല്ലോ, രാജ്യത്തിന്റെ അധികാരത്തിന്റെ പട്ടുമെത്ത തങ്ങൾക്ക് സ്വായത്തമാക്കാൻ വേണ്ടി ജനാധിപത്യ ഇന്ത്യയിൽ നിന്ന്, ഈ മതേതര ഇന്ത്യയിൽ നിന്ന്, നമ്മൾ വസിക്കുന്ന ഇന്ത്യയിൽ നിന്ന് ഈ രാജ്യത്തെ ഗവൺമെന്റ് അധികാരം പിടിച്ചെടുക്കാൻ 5 കോടിയിലധികം കള്ള വോട്ടുകൾ സമാഹരിച്ചിരിക്കുന്നു എന്ന് വോട്ട് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു നിഷ്പക്ഷ സ്വതന്ത്ര സംഘടന ആധികാരികമായി കണക്കുകൾ വെച്ച് വിളിച്ചു പറയുകയാണ്. 5 കോടി കള്ളവോട്ട് എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഏത് 5 കോടിയുടെ വോട്ടെന്നറിയോ? ഞാനും നിങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോ നമ്മൾക്ക് മാർക്കിടാൻ വേണ്ടിയിട്ട് ബൂത്ത് ഏജന്റുമാരുടെ വട്ടമേശകൾ നമ്മൾ കാണലുണ്ട്. സുതാര്യമായി നടക്കേണ്ട ഒരു ഇലക്ഷൻ പ്രക്രിയയാണ്. ഒരുപാട് കടമ്പകളിലൂടെയാണ് കടന്നു വരുന്നത്. രാജ്യത്തിന്റെ പൊതുഖജനാവിൽ നിന്ന് ശതകോടികൾ ചെലവഴിച്ചുകൊണ്ടാണ് ഒരു ഇലക്ഷൻ പ്രക്രിയ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ആ ഇലക്ഷന്റെ മൂല്യം നിങ്ങൾക്കറിയണോ? ഇന്ന് രാജ്യത്തെ മുഴുവൻ വിലക്ക് വാങ്ങിക്കാൻ സാമ്പത്തികമായി ശേഷിയുള്ള അധികാരത്തിന്റെ തൊട്ടിലും തലോടലിലൂടെയും അധികാര ശതകോടികൾ തങ്ങളുടെ സമ്പാദ്യങ്ങളുടെ സാമ്രാജ്യ കുത്തകകളിലേക്കാക്കി സമാഹരിച്ചു കൊണ്ടിരിക്കുന്ന ഗൗതം അദാനി എന്ന ഗുജറാത്തിലെ ഇന്ത്യയുടെ NDA സഖ്യകക്ഷിയുടെ പ്രമോഷനിലൂടെ അവരുടെ സന്തത സഹചാരിയായി, വേണമെങ്കിൽ ഇന്ത്യയുടെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ബിനാമിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഗൗതം അദാനി എന്ന മുതലാളിയുണ്ടല്ലോ, ഗുജറാത്തിലെ മുതലാളി, ഇന്ത്യയുടെ സർവ്വ ആഭ്യന്തര സംവിധാനങ്ങളും രാജ്യത്തിന്റെ മുഴുവൻ തുറമുഖങ്ങളും രാജ്യത്തിന്റെ മുഴുവൻ വ്യാമ മേഖലകളിലും തങ്ങളുടെ അടുക്കളയിൽ പങ്കുവച്ച അദാനി എന്ന മുതലാളിയില്ലേ, ആ അദാനി എന്ന മുതലാളി ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പാകെ പോയി പറയുകയാണ്, ശതകോടികൾ തരാം, വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ എനിക്ക് 2 വോട്ട് ചെയ്യാൻ അവസരം തരണമെന്ന് പറയുമ്പോ ഗൗതം അദാനിയുടെ മുഖത്ത് നോക്കിയിട്ട് ജനാധിപത്യ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കേണ്ട മറുപടി
എവിടെ? ഗൗതം അദാനിയുടെ ശതകോടികൾ അങ്ങ് വെച്ച ചട്ടിയിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് അതിനേക്കാൾ മൂല്യമാണ് ജനാധിപത്യ ഇന്ത്യയുടെ ഒരൊറ്റവകാശം. അഥവാ ഗൗതം അദാനിയുടെ, അനിൽ അംബാനിയുടെ, കോർപ്പറേറ്റ് മുതലാളിമാരുടെ ശതകോടികളെ കൊണ്ട് വിലക്ക് വാങ്ങിക്കാൻ കഴിയുന്നതല്ല ഇന്ത്യയിലെ പൗരന്റെ ഒരൊറ്റവകാശം. അത്രമേൽ മൂല്യമുള്ള ഒരൊറ്റവകാശത്തെയാണ് രാജ്യത്തിന്റെ ഗവൺമെന്റ് 5 കോടിയോട്ട് കള്ളത്തരത്തിലൂടെ സമാഹരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇന്ത്യയുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ, ഇന്ത്യയുടെ പ്രസിഡന്റ് പറയുകയാണ്, ഞാനാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രൗഢമായിരിക്കുന്ന പൗരന്, അതുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന ക്രെഡിബിലിറ്റിയിൽ എനിക്ക് 2 വോട്ട് ചെയ്യാൻ അവസരം തരണമെന്ന് പറയുമ്പോ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കസാര മാറ്റിവെച്ചുകൊണ്ട് ആ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കസാരയേക്കാൾ വിലമതിക്കുന്നതാണ് ജനാധിപത്യ ഇന്ത്യയിലെ ഒരോട്ട് എന്ന്. അത്രമേൽ വിലയുള്ള പ്രസിഡന്റിന്റെ കസാരയേക്കാൾ വിലയുള്ള, ശതകോടികളേക്കാൾ വിലയുള്ള ഇന്ത്യയിലെ ഒരു വോട്ട്, ആ വോട്ടിൽ അങ്ങനെ 5 കോടിയുടെ വോട്ടാണ് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് അഴിമതി നടത്തിയിട്ട്, കള്ളത്തരം കാട്ടിയിട്ട്, വോട്ടിംഗ് പ്രക്രിയയിൽ അട്ടിമറി നടത്തിയിട്ട്, രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷനെ അങ്ങ് പർച്ചേസ് ചെയ്തിട്ട് അധികാരത്തിന്റെ സ്വായത്ത കസാര സമാഹരിച്ചിരിക്കുന്നത് എന്ന് കണക്കുകൾ പുറത്തു വരികയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ 5 കോടി സമാഹരിച്ചപ്പോ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇരിക്കുന്ന 79 എംപിമാരുണ്ടല്ലോ, NDA സഖ്യകക്ഷിയുടെ 79 എംപിമാർ അവർ കള്ളവോട്ടിലൂടെ MP ആയതാണ് എന്ന് രാജ്യത്തിന്റെ കണക്കുകൾ പുറത്തു വരികയാണ്. നമ്മുടെ രാജ്യത്ത് വല്ല അനക്കങ്ങളും നമ്മൾ കാണുന്നുണ്ടോ? നമ്മുടെ രാജ്യത്ത് പ്രസ്തുത വിഷയത്തിൽ അടിയന്തരമായ ചർച്ചകളോ ഒരു പ്രക്ഷോഭങ്ങളോ അത്തരത്തിലുള്ള വിഷയങ്ങളിൽ സമഗ്രമായിരിക്കുന്ന ഒരു പഠനങ്ങളോ ഒരു സെമിനാറുകളോ ഒരു സിംബോസിയങ്ങളോ പോട്ടെ, വെട്ടിക്കാട്ടിരിയങ്ങാടിയിൽ എത്ര പാർട്ടികളാണുള്ളത്, എത്ര മുന്നണികളാണുള്ളത്? നാഴികക്ക് 40 വട്ടം പ്രകടനം വിളിക്കുന്ന പാർട്ടികളില്ലേ ഇവിടെ? മുദ്രാവാക്യം വിളിക്കുന്ന പാർട്ടികളില്ലേ ഇവിടെ? സെമിനാറുകളും സിംബോസിയങ്ങളും പോസ്റ്ററുകളും നടത്തുന്ന പാർട്ടികളില്ലേ ഇവിടെ? ഈ വെട്ടിക്കാട്ടിരിയങ്ങാടിയിൽ വന്നിട്ട് ജനാധിപത്യ ഇന്ത്യ നേരിടുന്ന, മതേതര ഇന്ത്യ നേരിടുന്ന, നമ്മൾ നേരിടുന്ന, വരുംകാല തലമുറ നേടുന്ന ഈ അപകടത്തെ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു മുക്കൂട്ട് മുന്നണി രാഷ്ട്രീയ പാർട്ടിയെ എന്നെ ശ്രമിക്കുന്ന പ്രബുദ്ധ നാട്ടുകാരെ, നിങ്ങൾ ആരെങ്കിലും ഈ അങ്ങാടിയിൽ കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതൊരു ആശങ്ക ഉളവാക്കുന്ന ഒരു വിഷയമല്ലാതിരുന്നത് എന്ന് ഞങ്ങൾ ആശങ്കയോടെ ഈ അങ്ങാടിയിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് ഉണ്ട് ഇവിടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് ഇവിടെ, ഈ മുന്നണികളെ പിന്തുണക്കുന്ന നൂറുകണക്കിന് മുന്നണി രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇവിടെ. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യന് അദ്ദേഹം ഒരു ഹൈടെക് സംവിധാനത്തിൽ ഒരു ഡിജിറ്റൽ പ്രസ് മീറ്റ് നടത്തിക്കൊണ്ട് പ്രസ്തുത വിഷയത്തിന്റെ അപകടം ഇന്ത്യ രാജ്യത്തോട് വിളിച്ചു പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. 1 or 2 വട്ടം ഏതോ അങ്ങാടിയിൽ പ്രസ്തുത വിഷയത്തിൽ മുദ്രാവാക്യം വിളിച്ച് ഒരു റോഡ് ഷോ നടത്തുന്നത് നമ്മൾ കാണുകയാണ്. അതോടുകൂടി അവസാനിക്കുകയാണ് പ്രസ്തുത വിഷയത്തിന്റെ ഗൗരവങ്ങള്, പ്രസ്തുത വിഷയത്തിന്റെ സമര പോരാട്ടങ്ങള് അവസാനിക്കുകയാണ്. ഞങ്ങൾ ഈ അങ്ങാടിയിൽ പങ്കുവെക്കുന്ന ആശങ്ക എന്താണെന്നറിയോ? ആരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ഈ അങ്ങാടിയിലെ മുഴുവൻ മനുഷ്യർക്കും അറിയാം. രാജ്യത്തിന്റെ ജനാധിപത്യത്തോട്, രാജ്യത്തിന്റെ മതേതരത്വത്തോട്, ഇന്ത്യയുടെ ഭരണഘടനയോട് ലവലേശം പോലും ചേർന്ന് നിൽക്കാൻ കഴിയാത്ത ഒരു വൃത്തികേടിന്റെ പ്രത്യയശാസ്ത്രമാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടവും രാജ്യത്തിന്റെ ഭരണഘടനയും തമ്മിലുള്ള ബന്ധമെന്ന് ചോദിച്ചാൽ നമ്മൾ തമാശക്ക് പറയലുണ്ട്, അത് കടലും കടലാണ്ടിയും തമ്മിലുള്ള വ്യത്യാസമാണെന്ന്. അത് കുടിയാനയും ബലിയാനയും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് പറയുന്നതിനേക്കാൾ അന്തരമാണ് രാജ്യം ഭരിക്കുന്ന ഭരണകൂടവും രാജ്യത്തിന്റെ ഭരണഘടനയും തമ്മിലുള്ളത്. അവർക്കൊരിക്കലും ഇന്ത്യയുടെ ഭരണഘടനയോട് ചേർന്ന് നിൽക്കാൻ കഴിയില്ല. ആ വൃത്തികേടിന്റെ പ്രത്യയശാസ്ത്ര നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അഥവാ അക്രമാസക്തമായ രാഷ്ട്രീയം മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു ഐഡിയോളജിയാണ് നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പാരമ്പര്യം പരിശോധിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ബോധ്യമാകും. ഏതെങ്കിലും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടാണോ ഇന്ത്യ ഭരിക്കുന്ന BJP ഗവൺമെന്റ് അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ളത്? അവർക്ക് അധികാരത്തിന്റെ സുഖങ്ങളും മധുരങ്ങളും നുകർന്ന ഗുജറാത്തില് നിഷ്പക്ഷരായിരിക്കുന്ന മുസ്ലിങ്ങളുടെ, ദളിതുകളുടെ, പിന്നോക്കക്കാരുടെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രശ്നം ഉയർത്തിയിട്ടാണോ നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായത്? ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് ഇന്ത്യയിലെ 142 കോടി ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചത് കൊണ്ടാണോ? ഇന്ത്യയിലെ മുസ്ലിം
ദളിത് പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്ത് സംസാരിച്ചിട്ടാണോ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസാരയിലേക്ക് എത്തിയത്? അല്ല. ഗുജറാത്തിലെത്തിയത്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസാരയിലേക്ക് എത്തിയത് അധികാരം വെട്ടിപ്പിടിക്കാൻ, മതത്തെ മാനദണ്ഡമാക്കിക്കൊണ്ട് മനുഷ്യനെ തെരുവിൽ തമ്മിലടിപ്പിച്ച് നൂറുകണക്കിന് ആയിരക്കണക്കിന് മനുഷ്യ കബന്ധങ്ങളെ കൊണ്ട് ഹോളി കളിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്തിയ ഒരു പ്രത്യയശാസ്ത്രമാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ ഒരു അക്രമി സംഘം, ഒരു പറ്റം കൊലയാളി സംഘം, അതല്ലെങ്കിൽ ഒരു പറ്റം ഭരണഘടനാ വിരുദ്ധതയുടെ ഒരു പ്രത്യയശാസ്ത്രം അവർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ചെയ്തികള്, ഇത്തരത്തിലുള്ള ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരുപക്ഷെ മലയാളികളായ നമുക്ക് ഒരു അത്ഭുതം ഉളവാക്കുന്നതല്ല. പക്ഷേ ഞങ്ങൾ ഇവിടെ ഒരു ആശങ്ക പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏതാണ് ഞങ്ങൾ പങ്കുവെക്കുന്ന ആശങ്ക എന്നാണെന്നറിയോ? വെട്ടിക്കാട്ടിരി അങ്ങാടിയില് ഒരു റൗഡി ഉണ്ടാവുക എന്നുള്ളത്, ഒരു അക്രമകാരി ഉണ്ടാവുക എന്നുള്ളത്, ഒരു കള്ളനി അങ്ങാടിയിൽ ഉണ്ടാവുക എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്കൊരു പക്ഷേ ഒരു സഗൗരവം എടുക്കേണ്ട ഒരു വിഷയമായിരിക്കാം. അതിനെ നിങ്ങൾ ആശങ്കയോടെ നോക്കിക്കാണണ്ട. എല്ലാ അങ്ങാടിയിലും കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഒരു പ്രകൃതിപരമായ ഒരു നിയമമാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതി വെക്കാം. പക്ഷേ വെട്ടിക്കാട്ടിരി അങ്ങാടിയില് ഒരു കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കുന്ന ഒരു കൂട്ടരുണ്ട് എങ്കിൽ, വെട്ടിക്കാട്ടിരി അങ്ങാടിയില് അക്രമം നടത്തുന്നവർക്ക് വടി കാണിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടരുണ്ട് എങ്കിൽ അത് ഈ നാടിന്റെ ശാപമാണെന്ന് നാട്ടുകാർ വിശേഷിപ്പിക്കേണ്ടതുണ്ട്. ഇതുപോലെയാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. പ്രിയപ്പെട്ടവരെ, ഭരണഘടനയെ തകർക്കാൻ, ജനാധിപത്യത്തെ തകർക്കാൻ ഒരു പ്രത്യയശാസ്ത്രം അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മോഡിയുടെ ഗുജറാത്തിൽ മാത്രമല്ല, സംഘപരിവാരം അധികാരത്തിലിരുന്ന കർണാടകയുടെ മണ്ണിൽ മാത്രമല്ല കേട്ടോ ഒരു ഫേക്ക് ഗവൺമെന്റിനെ പണിയെടുക്കാൻ അവർ സ്ട്രക്ചർ രൂപീകരിച്ചത്. അവർ സ്ട്രക്ചർ രൂപീകരിക്കുമ്പോ, ഒരു ഫേക്ക് ഗവൺമെന്റിലേക്ക് വഴിവെട്ടുമ്പോ, അവിടെ അങ്ങ് യുപിയിൽ നിന്ന് വന്നപ്പോ, അസമിൽ നിന്ന് വന്നപ്പോ സംഘത്തിന്റെ ഹിന്ദുത്വവൽക്കരണത്തിന്റെ രാഷ്ട്രമാക്കാൻ ആദ്യമായി പണിയെടുക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യയിൽ. അത് അസമാണ്. അസമിൽ പാവപ്പെട്ട മുസ്ലിം ദളിത് പിന്നോക്കക്കാരന്റെ കബന്ധങ്ങളെ കൊണ്ട് ഹോളി കളിക്കുന്ന അസമിന്റെ തെരുവോരത്തിലൂടെ മാത്രമല്ല കേട്ടോ ഒരു ഫേക്ക് ഗവൺമെന്റിനെ കെട്ടിപ്പടുക്കാൻ സംഘപരിവാരം വഴി കണ്ടെത്തിയത്. അവർ അസമിൽ വഴി കണ്ടെത്തുമ്പോ, അവർ യുപിയിൽ വഴി കണ്ടെത്തിയപ്പോ, അവർ ഗുജറാത്തിൽ വഴി കണ്ടെത്തിയപ്പോ, അവർ മണിപ്പൂരിൽ വഴി കണ്ടെത്തിയപ്പോ, അവർ മഹാരാഷ്ട്രയിൽ വഴി കണ്ടെത്തിയപ്പോ, അവർ അങ്ങ് കർണാടകയിൽ വഴി കണ്ടെത്തിയപ്പോ, പ്രബുദ്ധതയുടെ ഇറ്റില്ലമെന്നും പ്രബുദ്ധതയുടെ മണ്ണെന്നും നമ്മൾ വിശേഷിക്കുന്ന, അഹങ്കരിക്കുന്ന ജനാധിപത്യത്തെക്കുറിച്ച്, മതേതരത്വത്തെക്കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച് ബോധവുമുള്ള മനുഷ്യർ ജീവിക്കുന്ന ഈ കേരളത്തിന്റെ മലയാള മണ്ണിലൂടെയും ഒരു ഫേക്ക് ഗവൺമെന്റിനെ കെട്ടിപ്പടുക്കാൻ വഴിവെട്ടിയിട്ടുണ്ട് എന്ന കണക്കുകള് പ്രബുദ്ധ മലയാളിയെ നമ്മൾ കേൾക്കേണ്ടി വരികയാണ്. നിങ്ങളുടെ തൃശൂരങ്ങാടിയിലൂടെ ഒരു ഫേക്ക് ഗവൺമെന്റിനെ പണിയെടുക്കാൻ, ഒരു ഫേക്ക് ഗവൺമെന്റിനെ കെട്ടിപ്പടുക്കാൻ വഴിവെട്ടുമ്പോ ഈ തൃശൂരങ്ങാടിയിലൂടെയും അവർ വഴിവെട്ടിയിട്ടുണ്ട് എന്ന് കണക്കുകൾ നമ്മളോട് വിളിച്ചു പറയുകയാണ്. 5 കോടിയുടെ കള്ളവോട്ടിന്റെ കഥ പറയുമ്പോ അതങ്ങ് യുപിയിലെ പാവങ്ങളെ പറ്റിച്ചുകൊണ്ടായിരിക്കുമെന്ന് നമുക്ക് പറഞ്ഞു കിടന്നുറങ്ങാൻ സമയമായിട്ടില്ല പ്രിയപ്പെട്ടവരെ. അത് കണ്ണുരുട്ടിക്കൊണ്ട് ഭരിച്ച മനുഷ്യരെ ഭീഷണിപ്പെടുത്തിയിട്ട് പോളിംഗ് ബൂത്തിൽ വന്നിട്ട് അങ്ങ് റൗഡിത്തരം കാട്ടിയിട്ട് കള്ളവോട്ട് സമാഹരിച്ചതാണെന്ന് നമുക്കങ്ങനെ സമാശ്വാസത്തിന്റെ വർത്തമാനം പറഞ്ഞ് വീട്ടിൽ കിടന്നുറങ്ങാൻ സമയമായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യുപിയിൽ മാത്രമല്ല, ഗുജറാത്തിൽ മാത്രമല്ല, അസമിൽ മാത്രമല്ല, മണിപ്പൂരിൽ മാത്രമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ചോദ്യം ചെയ്യാൻ പ്രബുദ്ധതയുടെ നാടെന്ന് നമ്മൾ നാഴികക്ക് 40 വട്ടം എന്താണ് സംഘപരിവാരമെന്ന്, എന്താണ് അവരുടെ കണ്ണുരുട്ടലെന്ന്, അങ്ങനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നൊക്കെ ബോധ്യമുള്ള മലയാളത്തിന്റെ മണ്ണിലും നമ്മൾ ഉണർന്നിരിക്കുമ്പോ ഈ സംഘപരിവാര ഗവൺമെന്റ് ഫേക്ക് രാഷ്ട്രീയത്തെ കെട്ടിപ്പടുക്കാൻ തൃശൂരങ്ങാടിയും ഉപയോഗപ്പെടുത്തിയെന്ന് കണക്കുകൾ നമ്മളോട് വിളിച്ചു പറയുകയാണ്. ഒരു MP ഉണ്ട് തൃശൂരിൽ നിന്ന്, BJP-ക്കാരന്റെ താമരക്ക് വളക്കൂറുള്ള മണ്ണാണെന്ന് പറഞ്ഞ് തൃശൂരിന്റെ മണ്ണിൽ നിന്ന് പാർലമെന്റ് കസാരയിൽ ഇരിക്കുന്ന ഒരു MP ഉണ്ട്. ആ MP തൃശൂരിൽ നിന്ന് പോയത് ഫേക്ക് രാഷ്ട്രീയത്തിലൂടെയാണെന്ന് തൃശൂരങ്ങാടിയിലെ അമ്മമാർ വിളിച്ചു പറയുകയാണ്. മലയാളത്തിലാണ് അമ്മ പറഞ്ഞത്. എന്റെ വീട്ടു നമ്പർ ഉപയോഗിച്ച്, എന്റെ പിതാവിന്റെ പേര് ഉപയോഗിച്ച്, എന്റെ കുടുംബ നമ്പർ ഉപയോഗിച്ച് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരുത്തന് എന്റെ കുടുംബ പേരില് കള്ള
വോട്ട് ചേർത്തിരിക്കുന്നു എന്ന് തൃശൂരിലെ ഒരു കുടുംബിനി വിളിച്ചു പറയുമ്പോ തൃശൂരങ്ങാടിയിൽ നൂറുകണക്കിന് മനുഷ്യര് വിളിച്ചു പറയുകയാണ്, ഞങ്ങളുടെ വീട്ടു നമ്പർ ഉപയോഗിച്ചിട്ടതാ, ഞങ്ങളുടെ കുടുംബ പേര് ഉപയോഗിച്ചിട്ടതാ, ഞങ്ങളുടെ അച്ഛന്റെ പേര് ഉപയോഗിച്ചിട്ട് കള്ള വോട്ടുകൾ നടത്തിയിരിക്കുന്നു എന്ന് വളരെ അപകടകരമായിരിക്കുന്ന വർത്തമാനങ്ങള് ഈ തൃശൂരങ്ങാടിയിൽ വിളിച്ചു പറയുമ്പോ നമ്മുടെ അങ്ങാടി എപ്പോഴെങ്കിലും പ്രസ്തുത വിഷയത്തെ ജാഗ്രതയോടുകൂടി ചർച്ച ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും കേട്ടോ? പ്രിയപ്പെട്ടവരെ, ഇതെന്തേ നമ്മൾക്ക് ആശങ്ക ഉളവാക്കാത്തത്? നേരം വെളുത്ത് വൈകുന്നേരം വരെ നമ്മളുടെ ജോലിയോടെ ഒഴിവാക്കിക്കൊണ്ട്, നമ്മളുടെ മറ്റു സുഖാഡംബരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട്, എന്തിനേറെ ജനാധിപത്യ ഇന്ത്യയിലെ ഒരു വോട്ടിന്റെ വില മനസ്സിലാക്കി പ്രവാസികള് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് അങ്ങ് വിമാനം കയറി നാട്ടിൽ വന്ന് വോട്ട് ചെയ്ത് ഇത്രമേൽ മൂല്യത്തോടുകൂടി നമ്മൾ നോക്കിക്കണ്ട ഈ ഇലക്ഷൻ പ്രക്രിയ മലയാളക്കരയിൽ പോലും ചവിട്ടി മെതിച്ചുകൊണ്ടൊരു ഭരണകൂടം തോന്നിവാസം നടത്തിയിരിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ട് നമ്മൾക്ക് എന്തേ ഇതൊരു ആശങ്കയില്ലാത്തത്? ഇതെന്തേ ഈ അങ്ങാടിയിൽ ചർച്ചയാകാത്തത്? നിങ്ങൾക്കിത് ചർച്ചയാകുന്ന ഒരു വിഷയമാകാത്തതിന്റെ കാരണം എന്താണ്? രാഷ്ട്രീയ കാരണം എന്താ? നമ്മുടെ ചാനലുകളില് സായാഹ്ന ചർച്ചയായിട്ട് ഇത് വന്നിട്ടില്ല. എന്തുകൊണ്ടായിരുന്നു? നിങ്ങൾക്കറിയുമോ? ഞാൻ മറ്റൊരു രാഷ്ട്രീയം പറയട്ടെ. ഈ അങ്ങാടിയില് പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ ആ ഉപതെരഞ്ഞെടുപ്പിലെ MLA ആയ ഒരു മനുഷ്യനുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വഴിവിട്ട അളിഞ്ഞു നാറിയ കഥകള് നമ്മുടെ ചാനലുകൾ എത്ര ആഴ്ചയാണ് കൊണ്ടാടിയതെന്നറിയോ? ഇന്നും അതിന്റെ അനുരണനങ്ങള് ചാനൽ ചർച്ചകളിൽ നിന്ന് എടുത്തുപോയിട്ടില്ല. പ്രസ്തുത വിഷയങ്ങള് മാധ്യമങ്ങൾ എത്ര ആവേശത്തോടെയാണ് ചർച്ചയാക്കുന്നത്. മാധ്യമങ്ങൾ പ്രസ്തുത വിഷയങ്ങൾ ചർച്ചയാക്കിയതിൽ ഞങ്ങൾക്കെതിരെ അഭിപ്രായമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം ഈ അങ്ങാടിയിൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാട് മണ്ണിലേക്ക് വണ്ടി കയറുന്നു എന്ന് കേട്ടപ്പോഴേ അളിഞ്ഞു നാറിയ കഥകൾ അന്നേ തുടങ്ങിയതായിരുന്നു. ആര് തുടങ്ങി വെച്ചു? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് നേതാവിന്റെ കൂടെയുള്ളവര്, കൂടെ യാത്ര ചെയ്തവർ, കൂടെ സംഘടനാ പ്രവർത്തനം നടത്തിയവര്, കൂടെ ഇരിക്കുന്നവന്റെ കുതികാല് വെട്ടാൻ രാഷ്ട്രീയപരമായ ആയുധമായി അന്നുപയോഗിച്ച ആരോപണങ്ങളായിരുന്നു. ആരോപണങ്ങളാകട്ടെ ശരികളാകട്ടെ എന്തിരുന്നാലും പ്രസ്തുത വാർത്തകള് അന്നേ ഉയർന്നു പൊന്തിയതാണ്. തൃശൂരങ്ങാടി നിയമസഭയാ മന്ദിരത്തില് ഒരേ MLA പിൻബലം പോലുമില്ലാത്ത BJP-കാരൻ ഇത്ര സുഗമമായി കൊണ്ട് വോട്ട് കൊള്ള നടത്തിയിട്ടുണ്ട് എന്ന് വസ്തുതാപരമായിരിക്കുന്ന വാർത്തകൾ വിളിച്ചു പറയുമ്പോ അതിൽ പ്രതിസന്ധിയിലാകാൻ പോകുന്നത് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇടതുപക്ഷമെന്ന കേരളം ഭരിക്കുന്ന സർക്കാരാണ് പ്രതിസന്ധിയിലാകാൻ പോകുന്നത്. ഒരേ സമയത്ത് NDA സർക്കാർ പ്രതിസന്ധിയിലാകുന്നതോടുകൂടെ കേരളത്തിന്റെ രാഷ്ട്രീയത്തില് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരന് കേരളത്തിന്റെ മണ്ണില് പ്രതിസന്ധിയിലാകാൻ പോവുകയാണ്. അങ്ങനെ പ്രതിസന്ധിയിലാകുമ്പോ ഇടതുപക്ഷത്തിന്റെ കപടമുഖം കേരളത്തിന്റെ മണ്ണിൽ തകർന്നു പോകുമെന്ന ബോധവുമാണ് അർത്ഥശൂന്യമായിരിക്കുന്ന വാർത്തകള്, ചാനലുകള്, വാർത്തകള്, തെരുവായ തെരുവുകള് കൊട്ടിയാഘോഷിച്ചത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. അതുകൊണ്ടാണ് തൃശൂരിലെ വോട്ട് കൊള്ള മുങ്ങിപ്പോയത് എന്ന്. അതാണ് തൃശൂരിലെ വോട്ട് കൊള്ളയുടെ കഥകള് ഈ അങ്ങാടിയിൽ ചർച്ചയാകാതെയായി പോയത് എന്ന് ഞങ്ങൾ ഈ നാട്ടുകാരോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് പൊളിറ്റിക്സ് ആണ് പ്രിയപ്പെട്ടവരെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് MP രാജേഷിന്റെ ഫേസ്ബുക്ക് വാല് പരിശോധിക്കുമ്പോ MP രാജേഷ് എന്ന് പറയുന്ന കേരളത്തിന്റെ മന്ത്രിയുടെ ഗീർവാണം മുഴക്കുന്ന ഒരുപാട് സെമിനാറുകളും സിംപോസിയങ്ങളും വാഗ്വാദങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഈ നാട് ഭരിക്കുന്ന ഗവൺമെന്റ് ഒരർത്ഥത്തിലും സംഘപരിവാരത്തെ പ്രതിസന്ധിയിലേക്കാക്കുന്ന ഒരു നിമിഷമോ ഒരു നടപടിയോ ഉണ്ടാകില്ല എന്ന് കഴിഞ്ഞ കാലം നിങ്ങളോട് വിളിച്ചു പറയുകയാണ്.
നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ മത്സരം നടക്കുന്നുണ്ട്. ഏത് മത്സരമാണെന്നറിയോ? ഇപ്പൊ കേരളവും അങ്ങ് യുപിയും തമ്മിൽ ഒരു മത്സരം നടക്കുന്നുണ്ട്. ആ മത്സരത്തെ ബോധ്യപ്പെടണമെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ദേശീയ രാഷ്ട്രീയത്തെ കുറിച്ച് നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോ നമ്മൾക്ക് ഗസയെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. ഏത് വേദിയിലും വേദനാജനകമായിരിക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ ഗദ്ഗതങ്ങളടങ്ങിയ ജീവിതത്തെ കുറിച്ച്, നമ്പരത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാതെ കടന്നു പോവാൻ കഴിയില്ല. ലോകത്തെ ഏറ്റവും വലിയ രാക്ഷസന്മാരെന്ന് സ്വായത്തമാക്കാൻ വേണ്ടി ഒരു രാഷ്ട്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. രാക്ഷസ പ്രഭുകളെന്ന്, ഡ്രാക്കുള എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും തമ്മാടി രാഷ്ട്രത്തിന്റെ തലവന് ഒരു പറ്റം മനുഷ്യർക്ക് നേരെ ഹിംസയുടെ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് പാവപ്പെട്ട ഫലസ്തീനില്, ജെറുസലേമിന്റെ മണ്ണില് അങ്ങ് ഇസ്രയേലിന്റെ നരനായാട്ട് നടത്തുമ്പോ ആ ഇസ്രയേലിന്റെ നരനായാട്ടുകൾക്ക് മുമ്പില് പാവപ്പെട്ട മനുഷ്യന്റെ ശരീരങ്ങള് ചിതറിക്കൊണ്ടിരിക്കുമ്പോ, എങ്ങനെ ചിതറിക്കൊണ്ടിരിക്കുമ്പോ, പ്രിയപ്പെട്ട മനുഷ്യരെ, മനുഷ്യത്വം അവശേഷിക്കുന്ന പ്രിയ മനുഷ്യരെ, നമുക്ക് ജാതിയുണ്ട് കേട്ടോ, മതമുണ്ട്, വിശ്വാസമുണ്ട്, പക്ഷേ മനുഷ്യത്വം നമ്മളുടെ മനസ്സിൽ അവശേഷിക്കുന്നുവെങ്കിൽ നിങ്ങളേത് മതക്കാരാകട്ടെ, നിങ്ങളേത് രാഷ്ട്രീയ സംവിധാനങ്ങളെ പിൻപറ്റുന്നവരാകട്ടെ, എങ്ങനെയാണ് നമുക്ക് ഗസക്കൊപ്പം നിൽക്കാതിരിക്കാൻ കഴിയുക? ഗസയുടെ ചരിത്രം വിളിച്ചു പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധികളാണ്. അവരന്ന് ഫലസ്തീനിന്റെ മണ്ണിലൂടെ നടന്നു നീങ്ങുമ്പോ ഒരു പറ്റം മനുഷ്യരെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഇരുകാലിയായ ഒരു പറ്റം മനുഷ്യരെ ഞങ്ങൾ നോക്കിക്കണ്ടോ. അതിനിടയിലൂടെ ഓടിക്കളിക്കുന്ന നാൽക്കാലികളെയും ഞങ്ങൾ കാണാനിടയായി. അവർ പറയുന്ന ആശങ്ക, അവർ പറയുന്ന ഉദാഹരണം ഞാൻ ഈ അങ്ങാടിയിൽ പങ്കുവെക്കുകയാണ്. ഒരു നാടിന്റെ നമ്പരം തിരിച്ചറിയാൻ അവർ അങ്ങ് ഫലസ്തീനിന്റെ മണ്ണിലൂടെ നടക്കുമ്പോ മനുഷ്യന് സമാനമെന്ന് വിശേഷിപ്പിക്കുമ്പോ എല്ലുകൾ പൊന്തിയ, തൊലികൾ ചൊളിഞ്ഞ മനുഷ്യനാണോ എന്ന് നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത, മനുഷ്യബോധ്യത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ ഒരുപാട് ചുടുപാലങ്ങള് തെരുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമ്പോ അതിനിടയിലൂടെ വയറുകൾ വീർത്ത, ശരീരം മുഷ്ടി പിടിച്ച നാൽക്കാലികളായ പട്ടികൾ ഓടുന്നത് അവർ കാണുകയാണ്. അവർ ആശങ്കയോടെ പങ്കുവച്ചു, ഈ നാട്ടിൽ മനുഷ്യരിങ്ങനെ എല്ല് പൊന്തി നടക്കുമ്പോ ഈ നാട്ടിലെ നാൽക്കാലികൾക്ക് എവിടെ നിന്നാണ് ഭക്ഷണം കിട്ടുന്നത്? അവരന്വേഷിച്ചപ്പോ അവർക്ക് അതിന്റെ ഉത്തരം കണ്ടെത്തി കേട്ടോ. എവിടെ നിന്നാണ് അങ്ങ് ഫലസ്തീനിലെ നാൽക്കാലികളായ ജീവികൾക്ക് ഭക്ഷണം കിട്ടുന്നത് എന്നറിയോ? ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും തമ്മാടി രാഷ്ട്രത്തിന്റെ തലവനുണ്ടല്ലോ, അമേരിക്കയുടെ കളിപ്പാവയായ ബെഞ്ചമിൻ നെതന്യാഹു ഉണ്ടല്ലോ, അവന്റെ ഗീർവാണത്തിന്റെ സിമ്പതിക്കനുസരിച്ചുകൊണ്ട് അങ്ങ് ഫലസ്തീനിലെ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരത്തിലേക്ക് ബോംബുകൾ വർഷിക്കുമ്പോ ആ ബോംബുകൾ, പ്രഹരമേറിയ ബോംബുകൾ തന്റെ ശരീരത്തിൽ പതിക്കുമ്പോ ആ പതിക്കുന്ന ബോംബുകളിലൂടെ തെറിച്ചു വീഴുന്ന മാംസകഷതങ്ങൾ കടിച്ചിട്ടാണ് ഫലസ്തീനിലെ നാൽക്കാലികളായ മൃഗങ്ങൾ തടിച്ചുണർത്തിരിക്കുന്നത് എന്ന് മനുഷ്യത്വമുള്ള മനുഷ്യന് കേൾക്കാൻ കഴിയാത്ത നമ്പരത്തിന്റെ വാർത്തകൾ ഫലസ്തീനിൽ നമ്മൾ നിറകണ്ണുകളോട് കേട്ടുകൊണ്ടിരിക്കുമ്പോ നമ്മളങ്ങാടിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത്തരം മനുഷ്യത്വമില്ലാത്ത, ഇത്തരം മനുഷ്യത്വം നിറവിച്ച ഒരു പ്രവർത്തനങ്ങള് ഒരു രാജ്യത്ത് നടക്കുമ്പോ എന്തേ ഐക്യരാഷ്ട്രസഭ മിണ്ടാതിരിക്കുന്നത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ എത്ര വട്ടമാണ് ചോദിച്ചത്? ഈ അങ്ങാടി ചോദിച്ചില്ലേ? മതം നോക്കാതെ നമ്മൾ ചോദിച്ചിട്ടില്ലേ? എവിടെ അറബ് രാഷ്ട്രങ്ങൾ? എവിടെ ഫലസ്തീനിൽ നടക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ, അവരെന്തിന്റെ പേരിൽ വേട്ടയാടിക്കൊള്ളട്ടെ, അവർ വേട്ടയാടുന്നത് മനുഷ്യത്വ വിരുദ്ധമാണെന്ന് പറയാനെങ്കിലും അറബ് രാഷ്ട്രങ്ങൾ എന്ത് ഉണ്ടാത്തത് മൗനികളായിരിക്കുന്നത് എന്ന് നമ്മൾ ആശങ്കയോടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഇന്നും സൂര്യൻ അസ്തമിച്ചു. ആ ചോദ്യത്തിന്റെ ഉത്തരം പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങൾക്ക് കിട്ടിയോ? എന്താണ് അറബ് രാഷ്ട്രങ്ങൾ മിണ്ടാതിരിക്കുന്നത്? എന്തേ ഐക്യരാഷ്ട്രസഭ മിണ്ടാതിരിക്കുന്നത്? ലോകരാഷ്ട്രങ്ങളായ, ലോകരാഷ്ട്രങ്ങളുടെ പ്രതിനിധി രാഷ്ട്രമായ ഐക്യരാഷ്ട്രസഭ, ആ ഐക്യരാഷ്ട്രസഭയില് വീറ്റോ പവറുള്ള 6 രാഷ്ട്രങ്ങൾ, ആ 6 രാഷ്ട്രങ്ങളില് ഏതെങ്കിലും ഒരു രാഷ്ട്രം ആ ഐക്യരാഷ്ട്രസഭയിൽ ഒന്നെണീറ്റ് നിന്നുകൊണ്ട് തന്റെ വീറ്റോ
വീറ്റോ പവറിന്റെ ഒരു അലൻസ് അവിടെ മുന്നോട്ടേക്ക് വെക്കുകയാണെങ്കിൽ ആ മനുഷ്യർക്ക് മുമ്പിൽ മഴ പോലെ ചുരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ വെടിയുണ്ടകൾ വീഴില്ലായിരുന്നു എന്നിരിക്കെ ഈ ഐക്യരാഷ്ട്രസഭയിലെ വീറ്റോ പവറുള്ള രാഷ്ട്രങ്ങൾ എന്തേ മിണ്ടാതിരിക്കുന്നത് എന്ന് ആശങ്കയോടെ പങ്കുവെക്കുന്ന സ്വയം മനസാക്ഷിയോട് ചോദിക്കുന്ന മനുഷ്യരെ വളരെ സിമ്പിളാണ് അതിന്റെ ഉത്തരം കേട്ടോ. എന്തേ ഐക്യരാഷ്ട്രസഭ മിണ്ടാത്തത്? എന്തേ അറബ് രാഷ്ട്രം മിണ്ടാത്തത്? ഉത്തരം കേൾക്കണോ നിങ്ങൾക്ക്? ലോകത്തല്ല, ഈ ലോക അന്ധകടാഹത്തിൽ ഒരു പൊതുബോധമുണ്ട്. ഏത് പൊതുബോധം? അവനവന്റെ സുഖലോലുപതയുടെ പൊതുബോധം. ആ രാഷ്ട്രത്തില്, ആ ലോകത്ത് ഒരു പോലീസ് ഉണ്ടായിരിക്കും. ആ പോലീസിനെ പിണക്കാതെ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും സുഖാഡംബരങ്ങൾക്ക് അതാണ് സൗകര്യം. അതുകൊണ്ട് ലോകത്തൊരു പോലീസുണ്ട്. ഏതാണ് ആ പോലീസ്? അമേരിക്ക എന്നൊരു പോലീസുണ്ട്. ആ അമേരിക്ക എന്ന പോലീസിനെ പിണക്കാൻ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇഷ്ടമല്ല. അമേരിക്ക എന്ന പോലീസിനെ പിണക്കാൻ അറബ് രാഷ്ട്രങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇത്തരം മനുഷ്യത്വ വിരുദ്ധമായിരിക്കുന്ന, നാൽക്കാലി പോലും നാണം കെട്ട് തലതാക്കുന്ന ഹിംസയുടെ വാർത്തകളും വർത്തമാനങ്ങളും ചിത്രങ്ങളും ചരിത്രങ്ങളും ഓരോ പ്രഭാത പ്രദോഷങ്ങളിലും ഒരു സായാഹനത്തിന്റെ സിമ്പതി വാർത്ത പോലെ നമ്മളുടെ ഇടയിലൂടെ ഇങ്ങനെ മിന്നി മറയുമ്പോഴും അതാർക്കും ആശങ്കയില്ലാത്തത് ലോക പോലീസിനെ സംതൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ആ പൊതുബോധം നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ആ പൊതുബോധം എത്രമേൽ അപകടമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ആ അളവുകോല് വെച്ച് വർത്തമാന ഇന്ത്യയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യട്ടെ. നമ്മളും ആ പൊതുബോധത്തിന്റെ ആ സുഖാഡംബരങ്ങളെ അഭിരമിക്കുന്നവരെയല്ലേ എന്ന് നമ്മളൊന്ന് നമ്മളുടെ മനസാക്ഷിയോട് ചോദിക്കൂ. ഫലസ്തീനിലെ പിഞ്ചുകുഞ്ഞിന്റെ നൊമ്പരം കണ്ടിട്ട്, ഫലസ്തീനിലെ വിധവകളുടെ നൊമ്പരം കണ്ടിട്ട്, ഫലസ്തീനിലെ ഗർഭിണികളായ സഹോദരികളുടെ നൊമ്പരം കണ്ടിട്ട്, ഫലസ്തീനിൽ തന്റെ പ്രിയപ്പെട്ട അമ്മ മരിച്ചു എന്നറിഞ്ഞിട്ടും അമ്മയുടെ മാറിടത്തോട് ചേർന്നിരിക്കുന്ന പൂച്ചക്കുഞ്ഞിന്റെ വാർത്തകൾ കണ്ടിട്ട് കണ്ണ് കലങ്ങിയ മലയാളിയെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് കേരളത്തിന്റെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലേക്ക് നിങ്ങൾ ആ പൊതുബോധം വെച്ച് കണ്ണോടിക്കുമ്പോ അങ്ങ് അസമിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. ഏതസമെന്നറിയോ? ഇന്നും ജീവിക്കാൻ അവകാശമില്ലാത്ത, മനുഷ്യത്വപരമായി നിലപാടുറക്ക വിളിച്ചു പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത അങ്ങാടിയിൽ വന്ന് ജനാധിപത്യ ഇന്ത്യയിൽ ഒരു പൗരന്റെ ആവിഷ്കാരം വിളിച്ചു പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തൊരു നാട്. എന്താ അസമിലെന്നറിയോ? ഇതുപോലെ അസമിൽ വന്നൊന്ന് സംസാരിച്ചാൽ വീട്ടിലേക്ക് പോകുമ്പോ എന്റെ വീടുണ്ടാവൂല. അസമിൽ JCB ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിരിക്കുക. സംഘപരിവാര ഗവൺമെന്റിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ, പ്രസംഗിച്ചാൽ, സെമിനാർ നടത്തിയാൽ, സിംബോസിയം നടത്തിയാൽ കിടന്നുറങ്ങുന്ന കിടപ്പാടം JCB ഉപയോഗിച്ച് തകർക്കുന്ന ബുൾഡോസറിന്റെ രാഷ്ട്രീയം നമ്മളുടെ അങ്ങാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അസമിന്റെ മണ്ണിലാണ്. എന്തിനാണ് ബുൾഡോസർ രാജ്? ഞാൻ ജീവിക്കുന്ന നാട്ടിൽ നിന്ന് ഞാൻ എന്തിന് പോകണമെന്ന് പറഞ്ഞതിന്റെ പേരില് അസമിൽ ഒരു വാർദ്ധക്യമുള്ള മനുഷ്യന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉയർത്തിയില്ലാതെയാക്കി അസമിൽ ഒരു മനുഷ്യൻ പിടഞ്ഞു വീണ് മരിച്ചത്. ഫലസ്തീനിൽ പിടഞ്ഞു മരിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലും മനുഷ്യത്വ വിരുദ്ധമായി ഹിംസയുടെ ഒരു രാഷ്ട്രീയം ഈ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ നമുക്ക് നമ്മളോട് ചോദിച്ചൂടെ, അറബ് രാഷ്ട്രങ്ങൾ മൗനികളാകുന്നതെന്തേ എന്ന് ചോദിക്കുന്ന, ഐക്യരാഷ്ട്രസഭ മൗനികളാകുന്നതെന്തേ എന്ന് ചോദിക്കുന്ന നമുക്കും ചോദിച്ചൂടെ, അസമിൽ ഹിംസയുടെ പ്രവർത്തനം നടക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ എന്തേ ഞാൻ മൗനിയായിട്ടിരിക്കുന്നത് എന്ന് ആസിഫ ബാനു എന്ന് പറയുന്ന നമ്മളുടെ പെണ്ണൽ, നമ്മളുടെ മകൾ, നമ്മളുടെ പേരമകൾ, നമ്മളുടെ കൊച്ചനുജത്തിയെ പോലുള്ള ഒരു സഹോദരിയെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് മതം പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെന്തേ മിണ്ടാതിരിക്കുന്നത് എന്ന് നമുക്ക് നമ്മളോടൊന്ന് ചോദിച്ചൂടെ പ്രിയപ്പെട്ട മനുഷ്യരെ? അങ്ങ് ഡൽഹിയില്, അങ്ങ് തലസ്ഥാന നഗരിയില് പാവപ്പെട്ട തൊപ്പിവെച്ച താടിവെച്ച ജുനൈദ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ 6666 അക്ഷരമുത്തുകൾ തന്റെ വാരിയല്ലുകളെ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിൽ കുത്തിവെച്ച
ഒരു ഹാഫിലായ ജുനൈദിനെ വട്ടം കൂടി അടിച്ചു കൊന്നത് നട്ടപ്പാതിരാക്കല്ല കേട്ടോ, രാജ്യത്തേതെങ്കിലും ഉൾഗ്രാമത്തിലല്ല കേട്ടോ, രാജ്യത്തിന്റെ തലസ്ഥാനത്ത് സർവ്വവിധ ഗവൺമെന്റ് സംവിധാനങ്ങളും നിലനിൽക്കുമ്പോ പട്ടാപ്പകൽ ആളുകൾ കൂടി നിൽക്കെ മനുഷ്യത്വമില്ലാത്തവർ മതഭ്രാന്തുപയോഗിച്ച് ഹിംസയുടെ പ്രവർത്തനം നടത്തിയപ്പോ മൗനം ഭുജിച്ച മനുഷ്യരെ നമുക്ക് നമ്മളോടൊന്ന് ചോദിച്ചൂടെ, നമ്മളെന്തേ മിണ്ടാതിരിക്കുന്നത് എന്ന്? തന്റെ വീട്ടിന്റെ അടുക്കളയിലെ ഫ്രീസറില് മാംസം വെച്ചു എന്നൊറ്റ കാരണം പറഞ്ഞിട്ട് രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് തന്റെ പ്രിയപ്പെട്ട മകനെ പറഞ്ഞേച്ച് ഒരു മിലിറ്ററിക്കാരന്റെ പിതാവിനെ വീട്ടിൽ കയറിയിട്ട് മതം പറഞ്ഞടിച്ചു വന്ന അഖ്ലാഖ് എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ മറന്നോ പ്രിയപ്പെട്ടവരെ? നമ്മളെന്തേ മൗനികളായത്? നമുക്കൊന്ന് പ്രതികരിച്ചൂടെ? അങ്ങനെ എത്ര മനുഷ്യരെയാണ് ഒരു പൊതുയോഗത്തിന് സമയം മതിയാകാതെ വരുന്ന മനുഷ്യരുടെ ചരിത്രങ്ങളും ചിത്രങ്ങളും ഇവിടെ മുന്നോട്ടേക്ക് വെക്കാനുള്ള ആയിരക്കണക്കിന് വർത്തമാനങ്ങളും വാർത്തകളും നമ്മൾ കേട്ടിട്ട് നമ്മൾ എന്തേ മിണ്ടാതിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നമ്മളോട് ചോദിച്ചൂടെ? അതിന്റെ ഉത്തരം ഇവിടെ ഉണ്ട് കേട്ടോ. ഈ നാട്ടിലൊരു പോലീസുണ്ട്, ഈ നാട്ടിലും ഒരു പോലീസുണ്ട്. ഏതാണ് ആ പോലീസ്? ഈ നാട്ടിൽ ഒരു ഹിംസയുടെ പോലീസ്. ആ സംഘപരിവാരത്തിന്റെ വട്ടമേശ ചർച്ച നടക്കുമ്പോ ആ വട്ടമേശ ചർച്ചയില് അവരുടെ കണ്ണിൽ ഒരു കരടായിട്ട് ഞാൻ മാറരുത് എന്നൊരു പൊതുബോധം നമ്മുടെ കേരളത്തിന്റെ മണ്ണില് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനത്തിൽ ഒതുങ്ങിയത്, അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു യാത്രയിൽ ഒതുങ്ങിയത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? രാഹുൽ ഗാന്ധിയുടെ യാത്ര കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചു. എന്തിനാ സുപ്രീം കോടതിയെ സമീപിച്ചത് നിങ്ങൾ അറിഞ്ഞോ പ്രിയപ്പെട്ടവരെ? രാഹുൽ ഗാന്ധിയുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളുടെ മുമ്പിൽ പോയിരിക്കുകയാണ്. ആരാണ് രാഹുൽ ഗാന്ധിക്ക് ഒരു റെഡ് ലൈൻ കൊടുത്തത്? രാഹുൽ ഗാന്ധിക്ക് ഭയപ്പെടാനുണ്ട്. രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛിയുടെ ചരിത്രം രാഹുൽ ഗാന്ധിയുടെ മനസ്സിന്റെ വാരിയല്ലുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി മിണ്ടില്ല കേട്ടോ, രാഹുൽ ഗാന്ധിക്ക് മിണ്ടാൻ കഴിയില്ല. റെഡ് സിഗ്നലുകള് ഭരിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ഒരു പോലീസ് ഈ രാജ്യത്തുണ്ട്. ആ പോലീസിനെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഈ രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങൾക്കപ്പുറമായി ഒരു വട്ടമേശ ജനാധിപത്യ ഇന്ത്യ എങ്ങനെയായിരിക്കണമെന്ന് അജിത് എന്ന് പറയുന്ന സംഘപരിവാരത്തിന്റെ വക്രബുദ്ധിക്കാരന്റെ വട്ടമേശ നടക്കുമ്പോ ആ വട്ടമേശ സമ്മേളനത്തിൽ ഗുഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മത്സരിക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ പോലീസും പിണറായി വിജയന്റെ പോലീസുമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ നമ്മുടെ അങ്ങാടിയിൽ നടക്കാത്തത്. അതുകൊണ്ടാണ് ഈ ആശങ്ക ഉളവാക്കുന്ന വാർത്തകൾ നമ്മുടെ പരിസരങ്ങളിൽ നടക്കാത്തത്. അതുകൊണ്ടാണ് തൃശ്ശൂരിലെ വോട്ടട്ടിമറിയുടെ രാഷ്ട്രീയം നമ്മളുടെ അങ്ങാടിയിൽ നടക്കാത്തത്. ഇപ്പൊ എല്ലാം സംഘപരിവാരവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. എല്ലാം സംഘപരിവാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പോലീസ് സംവിധാനം ഇതാ സംഘപരിവാരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. CPM പോലും നിക്കപ്പൊറുതിയില്ലാത്ത രീതിയിൽ സംഘപരിവാരത്തിന്റെ ഇടപെടലുകൾക്കനുസൃതമായിട്ട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകൾ പെരുമാറുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നാഗ്പൂർ ഓഫീസിൽ നിന്ന് കിട്ടൂരത്തിനനുസരിച്ച് ജനാധിപത്യ പ്രബുദ്ധതയുടെ കേരളത്തിന്റെ മണ്ണിലെ ബ്യൂറോക്രസി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങളെല്ലാം ആശങ്ക ഉന്നയിക്കുന്നത്. CPMന്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ആശങ്ക ഉന്നയിക്കുന്നത് ഈ തൃശ്ശൂരിലെ വോട്ടട്ടിമറിയുടെ രാഷ്ട്രീയം നടക്കുമ്പോ അവിടെയും ബ്യൂറോക്രസി ഉയർന്നു വരികയാണ്. സുനിൽ കുമാർ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തി തൃശൂര് മണ്ണിനെ പ്രബുദ്ധമാക്കാൻ വേണ്ടി ചെങ്കൊടിയും പിടിച്ച് തൃശൂരിന്റെ ഗ്രാമനഗരങ്ങളിലൂടെ നടന്ന മനുഷ്യന് പത്രസമ്മേളനം വിളിച്ചു പറയുകയാണ്, കൂടെ നിൽക്കുന്നവൻ പാരവച്ചു എന്ന്, കൂടെ നിൽക്കുന്നവരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന്. അവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അവിഹിതമായ ഇടപെടലുകളുടെ വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ്. തൃശൂരിലെ പൂരം കലക്കലിന്റെ വാർത്തകൾ അത് BJPക്ക് സ്വാധീനം ചെലുത്തും
എത്താൻ, ബിജെപിക്ക് പാർലമെന്റിലേക്ക് എത്താൻ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഗുഡ്വിൽ അവിടെ ബിൽഡപ്പ് ചെയ്തു എന്നുള്ള ചർച്ചകള് തൃശൂരങ്ങാടിയിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ്. ആരാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആശങ്ക പങ്കുവെക്കണ്ടേ എന്ന് ശ്രമിക്കുന്ന ഇടതുപക്ഷ സുഹൃത്തുക്കളെ, SFIയുടെ DYFIയുടെ പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ആദരവും ബഹുമാനങ്ങളും ജനാധിപത്യ ഇന്ത്യയുടെ മുഴുവൻ മര്യാദകളും മുന്നിൽ വെച്ച് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പിടിക്കുന്ന ചെമ്പടിയുണ്ടല്ലോ, ഇന്നും അക്ഷരമുറ്റത്താത്മാഭിമാനത്തോടുകൂടി നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യമുണ്ടല്ലോ, മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം, ഏതോ മതക്കാരനെന്നല്ല പ്രശ്നം, എങ്ങനെ ജീവിക്കുമെന്നാണ് പ്രശ്നമെന്ന് EMSന്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കൊയ്യുന്ന വയലെല്ലാം നിങ്ങളുടേതാണ് പൈങ്കിളിയെ എന്ന് മതത്തെ മാനദണ്ഡമാക്കാത്ത മാനുഷികതയുടെ മുദ്രാവാക്യം വിളിക്കുന്ന ഈ അങ്ങാടിപ്പുറത്തെന്നെ ശ്രമിക്കുന്ന SFI സുഹൃത്തുക്കളോട്, DYFI സുഹൃത്തുക്കളോട്, ഇടതുപക്ഷ സുഹൃത്തുക്കളോട് വളരെ ആദരവോടെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഒരു റീപോസ്റ്റ്മോർട്ടത്തിന്, ഒരു അനലൈസേഷൻ ചെയ്യാൻ വർത്തമാന കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ സമയം കണ്ടെത്തുമോ? പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ പാർട്ടിയുടെ എക്കാലത്തും ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അത് ഇടതുപക്ഷത്തിന്റെ ശാപമാണെന്ന് ഞങ്ങൾ ഈ പൊതുവേദിയിൽ ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസം മാനദണ്ഡമല്ല കേട്ടോ. പിണറായി വിജയന് തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ, തന്റെ മകളെ രക്ഷിക്കാൻ, ഇതാ തന്റെ മകനെ രക്ഷിക്കാൻ വ്യഗ്രതയുടെ മുഴുവൻ വഴികളും മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സംഘപരിവാരത്തിന് AKG സെന്ററല്ല, AKG സെന്ററിന്റെ അടുക്കള വരെ സംഘപരിവാരത്തിന്റെ നാഗ്പൂർ ഓഫീസിൽ പണയം വെക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം അതിന്റെ കീഴ്വഴക്കമെത്തി എന്നറിയോ? ഒരയ്യപ്പ ഭക്തരുടെ സംഗമങ്ങൾ നമ്മൾ കാണാനിടയായി. പ്രിയപ്പെട്ട ഇടതുപക്ഷ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ, ആ അയ്യപ്പ ഭക്ത സംഗമത്തിന് ഉദ്ഘാടന വേദിയിലേക്ക് മുഖ്യമന്ത്രി നടന്നു നീങ്ങുമ്പോ ആ മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരിയായിട്ട് മുഖ്യമന്ത്രിയോടൊപ്പം ചേർത്തിരുത്തി ഒരു മനുഷ്യനെ തൊട്ടു തലോടിയിട്ട് പിണറായി എന്ന് പറയുന്ന ഒരു ചെങ്കൊടിയുടെ രാഷ്ട്രീയക്കാരനല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊണ്ടുപോയി കേട്ടോ. എവിടേക്ക്? അയ്യപ്പ ഭക്തരുടെ സംഗമവേദിയിലേക്ക്. സംഗമവേദിയിൽ ഇനോഗ്രേഷൻ ബോർഡിന്റെ മുമ്പ് വരെ തന്റെ AC കാറില് കൊണ്ടുപോയി. ആരെയാണെന്നറിയോ? തന്റെ കൂടെ ക്യാബിനറ്റ് പദവിയിലിരിക്കുന്ന ഏതെങ്കിലും മന്ത്രിയെയല്ല, ഏതെങ്കിലും ഗവൺമെന്റ് തസ്തികയിൽ ഇരിക്കുന്ന മനുഷ്യനെയല്ല, ലോകാരാധ്യ പുരുഷനെയല്ല, മറിച്ച് പിണറായി എന്ന ഇടതുപക്ഷക്കാരൻ, പിണറായി എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കൊണ്ടുപോയത് ആരെയാണെന്നറിയോ? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വർഗീയതയുടെ പ്രതിരൂപമായിരിക്കുന്ന ഒരു മനുഷ്യനെ പിണറായി എന്ന മുഖ്യമന്ത്രി കൊണ്ടുപോയി. എന്തിന്റെ പേരിലാണ് വെള്ളാപ്പള്ളി നടേശന് പിണറായി ഇത്രമേൽ ആദരവ് കൊടുത്തു കൊണ്ടുപോയത് എന്ന് പാർട്ടി സമ്മേളനത്തിൽ പോകുമ്പോ, ലോക്കൽ കമ്മിറ്റിയിൽ പോകുമ്പോ പ്രിയപ്പെട്ട സഖാക്കളെ മാപ്പിള സഖാവെന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു അൺപാർലമെന്ററി വേടായതുകൊണ്ട് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞു വെക്കട്ടെ. മുസ്ലിം വിരുദ്ധത മാത്രം പറയുന്ന മനുഷ്യത്വം മരവിച്ച് വർഗീയതയാൽ മത്തുപിടിച്ച് കള്ള് കുടിച്ച് പള്ള തള്ളിയ ഒരു അബ്കാരി മുതലാളി മാത്രമായ വെള്ളാപ്പള്ളി നടേശന് കൂടെ കൂട്ടാൻ എന്ത് ഗുണമേന്മയാണ് പിണറായി വിജയന് വെള്ളാപ്പള്ളിയിലൂടെ കാണാൻ കഴിഞ്ഞത് എന്ന് വെട്ടിക്കാട്ടിൽ അങ്ങാടിയിൽ നിന്ന് വിശദീകരിക്കാൻ ഇടതുപക്ഷ സഖാക്കളെ നിങ്ങൾക്ക് കഴിയുമോ? എന്ത് പ്രിവിലേജാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത്? മുസ്ലിം വിരുദ്ധത പറയുക എന്നല്ലാതെ, RSSന്റെ കോലാമ്പി എന്നല്ലാതെ എന്ത് പ്രിവിലേജാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത് എന്ന് ചെങ്കൊടയുടെ സഖാക്കളെ, നട്ടല് നിവർത്തി മനുഷ്യത്വമുണ്ടെങ്കിൽ ഈ വെട്ടിക്കാട്ടിൽ അങ്ങാടിയിൽ നിങ്ങളൊന്ന് പറഞ്ഞു വെക്കുമോ? എന്തിനാണ് പിണറായി വിജയന് ഇത്രമേൽ പ്രിയമുള്ള മുഹബത്തുള്ള വ്യക്തിയായി വെള്ളാപ്പള്ളി മാറാൻ കാരണം? അവസാനിച്ചോ. ഒരു സംഘപരിവാരത്തിന്റെ കോളാമ്പിയെ കൂടെ കൂട്ടിയാലെങ്കിലും എല്ലാം തീരും എന്ന് പിണറായി വിജയന് കിടന്നുറങ്ങാൻ കഴിയില്ല.
പിണറായി വിജയൻ ആ സമ്മേളനത്തിൽ ഒരു വിശിഷ്ട അതിഥിയെ വിളിച്ചു. ആരാണ് വിളിച്ച അതിഥി എന്നറിയോ? കേരളത്തിലെ ഒരു അയ്യപ്പ ഭക്തരുടെ സംഗമത്തിൽ മുഖ്യ അതിഥിയായിട്ട് ഇടതുപക്ഷക്കാരനായ പിണറായി വിജയനെ വിളിക്കണം. ആരെ? തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിനെ വിളിച്ച പോരട്ടോ. പിണറായി വിജയന് സ്റ്റാലിനെ വിളിച്ച പോരാ. തൊട്ടടുത്ത കർണാടകയുണ്ട്, സിദ്ധരാമയ്യ വിളിച്ച പോരാ. പിണറായി വിജയൻ ആരെ വിളിക്കണം? അങ്ങ് യോഗി ആദിത്യനാഥിനെ വിളിക്കണം. ഏത് യോഗി ആദിത്യനാഥ്? ഏത് യോഗി ആദിത്യനാഥ്? ഉത്തരേന്ത്യയിലെ മുസ്ലിംകളുടെ കബന്ധങ്ങൾ കുഴിക്കണമെന്ന് പരസ്യമായി പറഞ്ഞ ഒരു സംഘപരിവാരത്തിന്റെ പ്രതിരൂപത്തെ വിളിച്ചു വരുത്തണം പിണറായി വിജയന്. ആ വർഗീയതയാൽ സംഘവൽക്കരിച്ച ആ കാവ്യ വസ്ത്രം ധരിച്ച നിറകെട്ട സംഘപരിവാരത്തിന്റെ പ്രതിരൂപ മനുഷ്യന് അയ്യപ്പ ഭക്ത സംഗമത്തിൽ വിളിച്ചു വരുത്തിയാലേ സുഗമമായി കിടന്നുറങ്ങാൻ പിണറായി വിജയന് കഴിയൂ എന്ന തരത്തിലേക്ക് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം പിണറായി സത്തിൽ ഒതുങ്ങി നിൽക്കുമ്പോ ചെങ്കൊടയുടെ സുഹൃത്തെ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ നാട്ടിൽ വന്ന് മാനവികത പറയാൻ കഴിയുക? എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ അങ്ങാടിയിൽ വന്ന് മനുഷ്യത്വം പറയാൻ കഴിയുക? എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ അങ്ങാടിയിൽ വന്ന് ഈ ജനാധിപത്യത്തെ, ഈ മതേതരത്വത്തെ, ഈ ഭരണഘടനയെ, ഈ ഹിന്ദുത്വവൽക്കരത ഇന്ത്യയെ തിരിച്ചു പിടിക്കുന്ന രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് വർത്തമാനം പറയാൻ കഴിയുക? ഇടതുപക്ഷം ഇനി എങ്ങോട്ടാണ് അധപ്പതിക്കാനുള്ളത് എന്ന് ചർച്ച ചെയ്യേണ്ടത് ഞങ്ങൾ അങ്ങാടിയല്ല കേട്ടോ. ചർച്ച ചെയ്യേണ്ടത് ഇടതുപക്ഷത്തിന്റെ പാർട്ടി ഓഫീസുകളാ. നമ്മൾ ഇനി എങ്ങോട്ട് അധപ്പതിക്കണം? ഇത്രമേൽ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ പിണറായി വിജയന് തൃശൂർ അങ്ങാടിയിലൂടെ നരേന്ദ്രമോദി BJPക്ക് ഒരു വടിവെട്ടുമ്പോ ആ വടിക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കുക എന്നല്ലാതെ മറ്റെന്തു ചെയ്യാൻ കഴിയും? മറ്റെന്തു ചെയ്യാൻ കഴിയും? ഇതല്ലെങ്കിൽ ഈ നാട്ടിലെ ഗവൺമെന്റ് അവർ വിശദീകരിക്കട്ടെ, അവർ വിളിച്ചു പറയട്ടെ. ഇത് ഇടതുപക്ഷത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രത്യയശാസ്ത്ര. എക്കാലത്തും അവരവരുടെ വർഗീയതയുടെ ദണ്ടുകൾ അവർ ഉപയോഗിക്കലുണ്ട്. മുസ്ലിം വിരുദ്ധത പറയുന്നിടത്ത് ഒരൽപ്പം മത്സരം കാണിക്കുന്ന ഒരു പാർട്ടി അത് ഇടതുപക്ഷമാണ്. സംശയങ്ങൾക്ക് വകയില്ലാതെ ഞങ്ങൾ പറഞ്ഞു വെക്കും. നിങ്ങൾക്ക് മതമല്ല പ്രശ്നമെന്ന് നിങ്ങൾ 1000 വട്ടം പാടി പറഞ്ഞാലും ഞങ്ങൾ പറയും നിങ്ങൾക്ക് മതമാണ് പ്രശ്നം, പൂനൂർ ധരിച്ച ബ്രാഹ്മണിസമാണ് പ്രശ്നമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ലോക്കൽ കമ്മിറ്റിയിലെ SFI-കാരൻ വരെ ആ മതം മത്തുപിടിച്ച് മാനദണ്ഡത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് എന്ന് ഞങ്ങൾ പറയും. അതാണ് നിങ്ങളുടെ തൃശ്ശൂരായിരുന്നല്ലോ ഒരു വിദ്യാർത്ഥി ഓരോരോ മുസ്ലിം ഐഡന്റിറ്റിയില് ഖുർആൻ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളില്, ആ സ്കൂളിൽ അധ്യാപിക അവരുടെ മാനവികതമായൊരു നിലപാട് പറഞ്ഞു. കേവലം അവരുടെ പാരന്റിന്റെ മുമ്പില് ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വിശ്വാസപരമായ ഒരു കാഴ്ചപ്പാട് അവർ വിശദീകരിച്ചു. സ്വാഭാവികമാണ്, എല്ലാ മതങ്ങൾക്കും അവരവരുടെ മതങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു മതക്കാർക്ക് വേദനിക്കാത്ത രീതിയിൽ, പ്രയാസപ്പെടുത്താത്ത രീതിയിൽ അവരവർക്ക് അവരുടെ മാനവികതയുടെ ദർശനം പറയാം. അത് മനുഷ്യത്വ വിരുദ്ധം, മനുഷ്യത്വപരമാണ്, അത് ഭരണഘടനാപരമാണ്. ആ പ്രവർത്തനം ഇന്ന് പെരുമ്പിലാവ് നിങ്ങളുടെ തൃശൂർ ജില്ലയിൽ നടന്നപ്പോ അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചില്ലേ ഡിവൈഎഫ്ഐയുടെ നേതാവ്? ആ ഒരു പ്രസ്തുത വിഷയത്തെ എത്രമേൽ വർഗീയവൽക്കരിച്ചു? മുദ്രാവാക്യം വിളിച്ചില്ലേ അവര്? പോസ്റ്ററുകൾ ഒട്ടിച്ചില്ലേ അവര്? ആ സ്ഥാപനത്തിലേക്ക് മാർച്ച് വിളിച്ചില്ലേ? ആ സ്ഥാപനം അടച്ചു പൂട്ടുമെന്ന് പറഞ്ഞിട്ട് പ്രസ്താവന നടത്തി നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് വന്നില്ലേ? ഇടതുപക്ഷമേ, നിങ്ങൾക്കറിയുമോ ഈ വിളിക്കുന്ന മുദ്രാവാക്യത്തിന്റെ അപകടം എന്താണെന്ന്? നിങ്ങൾ ഫാറൂഖ് കോളേജില് പ്രസ്തുത മുദ്രാവാക്യം വിളിച്ചില്ലേ? ഫാറൂഖ് കോളേജിലെ ഒരു അധ്യാപകന് അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളോടല്ല കേട്ടോ, ആ ക്യാമ്പസിലല്ല കേട്ടോ, മറ്റൊരു പൊതുപരിപാടിയില് അദ്ദേഹത്തിന്റെ വിശ്വാസവുമായ ദർശനം വിളിച്ചു പറഞ്ഞതിന്റെ പേരില് ഫാറൂഖ് കോളേജിലേക്ക് SFI-കാരന് ഉടുതുണിയില്ലാതെ മാർച്ച് വിളിച്ചത് കേരളത്തിന്റെ പ്രബുദ്ധമണ്ണ് നമ്മൾ കണ്ടതാണ്. ഇതിന്റെ അപകടം എവിടെയാണ് പ്രതിധ്വനിക്കുന്നത് എന്ന് ചെങ്കടയുടെ രാഷ്ട്രീയക്കാര നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ കേരളത്തിന്റെ മണ്ണില് ഈ വർഗീയതയുടെ മുദ്രാവാക്യങ്ങള്, വർഗീയതയുടെ വിത്തുകള് നീ പാകുമ്പോ ഈ വിത്തുകൾ മുളക്കുന്നത് ഉത്തരേന്ത്യയുടെ മണ്ണിലാണ്. ആ മുളക്കുന്ന ഓരോ ചെടിയിൽ നിന്നും വിളവുകൾ കൊയ്യുന്നത് സംഘപരിവാരമാണ് എന്ന് ഇടതുപക്ഷമേ നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിനക്കറിയുമോ നിന്റെ ഒരു നേതാവിൽ
രാവിലെ നീ വിളിച്ചില്ല മുദ്രാവാക്യം കണ്ണേ കരളെ VS എന്ന് നീ അവസാനത്തെ അന്ത്യയാത്രയിൽ വിളിച്ച മുദ്രാവാക്യം കണ്ണേ കരളെ VS എന്ന് കേരളത്തിന്റെ പ്രബുദ്ധ മണ്ണിന് VS-നെ എങ്ങനെ കണ്ണും കരളുമാണെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ലവട്ടോ ഞങ്ങൾ വിശ്വസിക്കുന്നു. കേരളത്തിന്റെ മണ്ണില് വർഗീയതയുടെ മത്ത് പിടിച്ച ഒരു മനുഷ്യനാണ് VS എന്ന്. കാരണമെന്തെന്നാൽ ഈ കേരളത്തിന്റെ മണ്ണില് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ഇതാ കേരളത്തിന്റെ മണ്ണ് 20 വർഷത്തിന്റെ ഉള്ളില് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റായി മാറുമെന്ന് VS പറഞ്ഞു. ഇതാ 20 വർഷത്തിലേക്ക് കേരളം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പിണറായിയാണ് കേരളം ഭരിക്കുന്നത്. SFI-ക്കാരാ DYFI-ക്കാരാ നിന്റെ നേതാവ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS പറഞ്ഞ കാലയളവിലേക്ക് കേരളത്തിന്റെ മണ്ണ് ചരിത്രപരമായ യാത്ര സംഘം എത്തിയിരിക്കുകയാണ്. എവിടെയാണോ കേരളത്തിന്റെ മണ്ണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിട്ടുള്ളത് ആ ചരിത്രവും ആ വാർത്തവും കേരളത്തിന്റെ മണ്ണിൽ ഒരു വാർത്തയല്ലാതെയായി പോയിട്ടുണ്ടോ എങ്കിൽ, ഒരു ചർച്ചയാകാത്ത വാർത്തയായി പോയിട്ടുണ്ടോ എങ്കിൽ പ്രബുദ്ധരായ വെട്ടിക്കാട്ടിലെ നിവാസികളെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ആ ചർച്ച നമ്മളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടോ എങ്കിൽ, നമ്മളത് ഓർക്കുന്ന പോലുമില്ല എങ്കിൽ ഓർക്കുന്ന ഒരു മണ്ണുണ്ട് കേട്ടോ. ഏതാണ് ആ മണ്ണെന്നറിയോ? നിങ്ങൾക്കറിയോ? യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിലെ യോഗിയുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭാ സമ്മേളനം നടക്കുമ്പോ ഉത്തർപ്രദേശിന്റെ അസംബ്ലിയിൽ ഒരു ഓർഡിനൻസ് കൊണ്ടുവരികയാണ്, മതപരിവർത്തന ബില്ല് കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, ആ മതപരിവർത്തന ബില്ല് കൊണ്ടുവരുമ്പോ അതിന് ആധികാരികമായ തെളിവുകളും അനുബന്ധ ഖണ്ഡനങ്ങളും ശേഖരിക്കുമ്പോ അതിന് ആധികാരികമായ തെളിവായിട്ട് ഇന്നും UP ഗവൺമെന്റിന്റെ ആധികാരിക രേഖയിൽ ഇടം പിടിച്ച ചില വർത്തമാനമുണ്ട്. ആ വർത്തമാനം ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഉത്തരവാദിത്തമില്ലാത്ത വർത്തമാനം പറഞ്ഞ കേരളത്തിന്റെ നിറികെട്ട വർഗീയതയുടെ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദന്റെ അബദ്ധജടിലമായ വാർത്തയാണ്. ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ മണ്ണില് 20 വർഷം കൊണ്ട് മുസ്ലിങ്ങൾ മതപരിവർത്തനം നടത്തി ഈ സംസ്ഥാനത്ത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റായി മാറുമെന്ന് നടത്തിയ പ്രസ്താവന കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഉത്തരേന്ത്യയുടെ മണ്ണില് അതുയർന്നു നിൽക്കുന്ന വാർത്തയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഓരോ അസംബ്ലിയിലും ആധികാരിക രേഖയാണെന്ന് ഇടതുപക്ഷത്തിന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ തമാശക്ക് ഒരു വാർഡ് കിട്ടാൻ, ഒരു പഞ്ചായത്ത് കിട്ടാൻ നിങ്ങൾ നടത്തുന്ന ഈ വർഗീയതയുടെ മുദ്രാവാക്യമുണ്ടല്ലോ, അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഉത്തരേന്ത്യൻ മണ്ണിലെ പാവപ്പെട്ട മുസ്ലിം ദളിതുകളാണെന്ന് ഞങ്ങൾ ഈ സമയത്ത് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു ലോക പോലീസിന്റെ സിമ്പതിക്ക് മുമ്പിൽ, ലോക പോലീസിന്റെ മുമ്പിൽ നല്ല പിള്ള ചമയാനുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും മൗനികളായിരിക്കുന്നത്. ഞങ്ങൾ അഭിമാനത്തോടെ പറയട്ടെ, വർത്തമാന ഇന്ത്യയില് സംഘപരിവാര ഭീഷണിയുടെ ഇന്ത്യയില് ഈ ഓട്ടുചോരി രാഷ്ട്രീയത്തിനെതിരെ, ഈ ഓട്ടുകൊള്ളയുടെ രാഷ്ട്രീയത്തിനെതിരെ വർത്തമാനം പറയേണ്ട മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികള്, നമ്മളുടെ MP-മാർ മുഴുവൻ മൗനം ഭുജിക്കുന്നത് അവർക്ക് കിട്ടിയ റെഡ് ലൈനിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ ഇരിക്കുന്ന MP-മാർ പോലും ഭയവിഹ്വലതയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് സമ്മേളനത്തിൽ എന്തു പറയണമെന്ന് സംഘപരിവാരത്തിന്റെ PRO-മാർ കൊടുക്കുന്നതിനനുസരിച്ച് പറയേണ്ട ഗതികേടിലേക്ക് നമ്മുടെ രാജ്യത്തെ MP-മാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരുപാട് തെളിവുകൾ നമുക്ക് മുമ്പിലുണ്ട്. ഇന്ത്യയുടെ പാർലമെന്റിൽ നടക്കാൻ പോകുന്ന ഓർഡിനൻസ്, പാർലമെന്റിൽ നടപ്പിലാക്കാൻ പോകുന്ന നിയമങ്ങളും നിയമാവലികളും ഇന്നതൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി പ്രതിപക്ഷ MP-മാരോട് വന്ന് പറയലുണ്ട് എന്ന്, PRO-മാർ വന്ന് പറയലുണ്ട് എന്ന് കേരളത്തിലെ പ്രതിപക്ഷ MP-മാർ നമ്മളുമായി ആശങ്ക പങ്കുവെക്കുകയാണ്. അത്തരം ഓർഡിനൻസ് ചർച്ചകൾ നടക്കുമ്പോൾ നിങ്ങൾ എന്ത് നിലപാടെടുക്കണം എന്നുകൂടി അവർ പറയലുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ വരാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ വരിക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, വോട്ടിംഗ് വേളയിൽ നിങ്ങൾ വിട്ടുനിൽക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് വരാം, നിങ്ങളുടെ എതിരഭിപ്രായം രേഖപ്പെടുത്താം, നിങ്ങളുടെ വിയോജിപ്പോട്ടുകൾ രേഖപ്പെടുത്താം. മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ചിത്രമുണ്ടല്ലോ, ഈ ചരിത്രമുണ്ടല്ലോ, ഈ കണക്കുണ്ടല്ലോ, കഴിഞ്ഞ കാല നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിങ്ങൾ നടത്തിയ അഴിമതികളാണ്, കൊള്ളകളാണ്, കൊള്ളരുതായ്മകളാണ്. അതിന് കണക്ക് പറയാൻ തയ്യാറായി കൊള്ളുക എന്ന് PRO-മാർ വന്ന് പറയുമ്പോ അതിനനുസരിച്ച് കളിപ്പാവയെ പോലെ തുള്ളിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ MP-മാരെ നമ്മൾ കാണുകയാണ്. നിങ്ങൾക്ക് സംശയമുണ്ടോ? മുത്തലാഖിന്റെ ചർച്ച
ഇന്ത്യയുടെ പാർലമെന്റിൽ നടക്കുമ്പോ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ കൂട്ടുകാരന്റെ കല്യാണത്തിന്റെ സാങ്കേതികത്വം പറഞ്ഞ് പോവാതിരുന്ന MP-യെ നിങ്ങൾക്കറിയില്ലേ? അത് പ്രിയപ്പെട്ട കൂട്ടുകാരനോടുള്ള മുഹബ്ബത്ത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ടെന്നാൽ പാർലമെന്റ് സമ്മേളനത്തിൽ നടക്കുന്ന മുത്തലാഖ് എന്ന ചർച്ചയ്ക്ക് ആദ്യം കൊടുത്ത റെഡ് ലൈൻ, സുഗമമായ വഴി, സാങ്കേതികത്വം പറഞ്ഞ് പോവാതിരിക്കുക. ആ വഴി തിരഞ്ഞെടുത്ത ഒരു MP കേരളത്തിന്റെ മണ്ണിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഫ്ലൈറ്റിന്റെ സാങ്കേതികത്വം പറഞ്ഞ് പോവാതിരുന്ന ഒരു MP-യെ നിങ്ങൾക്കറിയാമല്ലോ. ഏക സിവിൽ കോഡിന്റെ ചർച്ച ഇന്ത്യയുടെ പാർലമെന്റിൽ നടക്കുമ്പോ സംഘപരിവാരം ഹിന്ദുത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ പുതിയ പുതിയ നിയമങ്ങളുടെ ബില്ലുകളും ഓർഡിനൻസുകളുടെ വാളുകളും ഇങ്ങനെ മിന്നി മറയുമ്പോ അതിന്റെ മുമ്പിൽ ജനാധിപത്യ ശബ്ദമാകേണ്ട, മതേതര ശബ്ദമാകേണ്ട, മനുഷ്യത്വ ശബ്ദമാകേണ്ട MP-മാർ സാങ്കേതികത്വം പറഞ്ഞ് പോവാതിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. എന്തിനവസാനം ഇതാ ഈ കാലഘട്ടത്തില് മുസ്ലിം വിശ്വാസികളുടെ ആരാധനാലയങ്ങൾക്ക്, മിമ്പറുകൾക്ക്, മിഹ്റാബുകൾക്ക്, പള്ളികൾക്ക് നേരെ സംഘപരിവാരം കൈയോങ്ങിക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്ത് ഒരു പുതിയ വഖഫ് ഭേദഗതി നിയമവുമായിട്ട് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് സംഘപരിവാരം അമൻഡുകളുടെ വാളുകളുമായി കടന്നു വന്നപ്പോ നമ്മൾ കണ്ടു. അവിടെയും ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ ഞാനും എന്റെ പ്രിയപ്പെട്ട പെങ്ങളുമിത ജീവാർപ്പണം നടത്തുന്നു എന്ന് പറഞ്ഞിറങ്ങി വന്ന പ്രിയങ്ക ഗാന്ധി. ആ പ്രിയങ്ക ഗാന്ധിയെ ഇന്ത്യയുടെ പാർലമെന്റിൽ നമ്മൾ കണ്ടില്ല പ്രിയപ്പെട്ടവരെ. ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ, മതേതരത്വത്തെ വീണ്ടെടുക്കാൻ, മതേതരത്വ ഇന്ത്യക്ക് മുമ്പിൽ വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാരമിത ഈ കാലഘട്ടത്തില് വഖഫ് ഭേദഗതി ബില്ലുമായി കടന്നു വരുമ്പോ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ജനാധിപത്യം വീണ്ടെടുക്കാനുള്ള ഇതാ നിങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയെ കാണണോ, കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞ് വയനാട്ടുകാർക്ക് ചൂണ്ടിക്കാണിച്ച ഒരു പ്രിയങ്ക ഗാന്ധി. വയനാട്ടിലെ നിഷ്പക്ഷരായ മനുഷ്യര് എല്ലാം മറന്നുകൊണ്ട് പട്ടിണിയാണെങ്കിലും പട്ടിണിയുള്ള വയറും വലിച്ചുകൊണ്ട് വോട്ടിംഗ് ബൂത്തിലേക്ക് പോയിട്ട് ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ, മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാൻ, ഹിംസയുടെ രാഷ്ട്രത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ വയനാടിന്റെ മണ്ണിൽ നിന്ന് ലക്ഷങ്ങളുടെ പിന്തുണയോടുകൂടിയിട്ട് ഒരു MP-യെ പറഞ്ഞയച്ച ഒരു MP-യായ പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരെ സംഘപരിവാരം ഇന്ത്യയുടെ പാർലമെന്റിൽ വെല്ലുവിളി ഉയർത്തുമ്പോ പ്രിയങ്ക ഗാന്ധി എല്ലകട്ടോ സുഖാഡംബരങ്ങളായിക്കൊണ്ട് വിദേശ പര്യടനത്തിലാണ് എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. പ്രിയങ്ക ഗാന്ധിക്ക് വിദേശ പര്യടനത്തിന് പോവാൻ ഒരവസരമില്ലാതെ കിട്ടിയ ഒരു സൗഭാഗ്യം കൊണ്ട് പോയതാണെന്ന് പ്രിയപ്പെട്ട നിഷ്കളങ്കരായ മനുഷ്യരെ തെറ്റുധരിക്കല്ല കേട്ടോ. നട്ടപ്പാതിരാക്ക് വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്കും വന്നു PRO, സംഘപരിവാര PRO. വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ നടക്കാൻ പോകുന്ന മുത്തലാഖ് ബില്ല് പോലെ, ഏക സിവിൽ കോഡ് ബില്ല് പോലെ ഇതാ വഖഫ് ഭേദഗതി നിയമം നടക്കാൻ പോവുകയാണ്, മുസ്ലിം വിരുദ്ധ ബില്ല് നടക്കാൻ പോവുകയാണ്. വരാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സുഗമമായ പ്രിവിലേജ് രാഷ്ട്രീയത്തിന് സകലവിധ സുഖാഡംബരങ്ങളും കാറ്റഗറിയിലുള്ള സുഖകരമായ രാഷ്ട്രീയപരമായ ജീവിതത്തിന് നിങ്ങൾക്ക് നല്ലത് വരാതിരിക്കുക എന്നുള്ളതാണെന്ന് കേട്ട പാതി, കേൾക്കാത്ത പാതി വിദേശത്തേക്ക് ഫ്ലൈറ്റ് എടുത്ത് മുങ്ങിയ ഒരു കൂട്ടരിലാണ് ഈ അങ്ങാടിയിലെയും പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്ന് വളരെ സങ്കടത്തോടെ ഞങ്ങൾ ഈ നാട്ടുകാർക്ക് ഒരാശങ്ക കൂടി പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരിലാണ് ഇനി പ്രതീക്ഷ അർപ്പിക്കുക? ഈ സകല വെല്ലുവിളികളും ജനാധിപത്യ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുമ്പോ, മതേതര ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുമ്പോ, ഒരു ജനാധിപത്യ ഇന്ത്യ ഇതിലപ്പുറം ഇനി ഒരു വെല്ലുവിളി നേരിടാനില്ലാത്ത മട്ടില് ജനാധിപത്യത്തിന്റെ അവസാനത്തെ വോട്ടിംഗ് സംവിധാനം വരെ സുതാര്യമല്ലാത്ത തരത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ സർവർ മൗനം ഭുജിക്കുന്നത് ചിലരുടെ കണ്ണുരുട്ടലിലാണെങ്കിൽ, ചില സിംബലിലാണെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾ പി ചിദംബരത്തെ നോക്കുക. എവിടെ പി ചിദംബരം എന്ന രാഷ്ട്രീയക്കാരൻ? ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രിയായ ചിദംബരം എവിടെ? ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രിയായ കോൺഗ്രസുകാരനായ ചിദംബരം എവിടെ? മിണ്ടാതിരുന്നു കൊള്ളുക. ചിദംബരം നിങ്ങൾക്ക് ഒരു ചിത്രമാണെന്ന് പറയുമ്പോഴേക്ക് എവിടെ? ഡൽഹിയിലെ മുൻകാല മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ചിത്രമാണ് കേട്ടോ. മിണ്ടാതിരുന്നു കൊള്ളുക എന്ന് ഫാസിസം സിംബൽ കാണിച്ച് കണ്ണുരുട്ടുമ്പോ എല്ലാവരും ആ സിംബലിന്റെ ചിത്രത്തിൽ ഭയ